കോഴിക്കോട് ഒമിക്രോൺ ജാഗ്രത. യുകെയിൽ നിന്നെത്തിയ ഡോക്ടറുടെ സാമ്പിൾ ജനിതക ശ്രേണീകരണ പരിശോധനയ്ക്ക് അയച്ചതായി ഡിഎംഒ ഡോക്ടർ ഉമറുൽ ഫാറൂഖ് അറിയിച്ചു. ഒരാഴ്ചയ്ക്കകം ഫലം ലഭിക്കും. 4 ജില്ലകളിൽ ഡോക്ടർക്ക് സമ്പർക്കമുണ്ടായിട്ടുണ്ട്. ഡോക്ടർക്കും അമ്മയ്ക്കും വീട്ടുജോലിക്കാരനും കോവിഡ് ബാധിച്ചിരുന്നതായും മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഇതിനുമുമ്പ് അയച്ചത് ഒരു സാമ്പിളാണ്. 26-ാം തീയതി അവരെടുത്ത സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്യുകയും അത് ജീനോടൈപ്പിന് അയക്കുകയും ചെയ്തു. ഇല്ല ഇദ്ദേഹം യുകെയിലാണ് താമസം. നമ്മുടെ ജില്ല മാത്രമല്ല, അവരെ മറ്റ് ജില്ലകളിൽ പോയിട്ടുണ്ട്. അവിടുത്തെ ലിസ്റ്റെല്ലാം അദ്ദേഹത്തിനോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കി ലിസ്റ്റാക്കി വരുന്നു. നേരിയ സിംറ്റംസ് ഉള്ളൂ, പനിയും അതുപോലെ തലവേദനയുള്ള നേരിയ സിംറ്റംസ് ഉള്ളൂ. മാത്രമല്ല, ഈ പറയുന്ന രോഗി 3 ഡോസ് ഫൈസർ വാക്സിൻ എടുത്ത ആളാണ്. അതുപോലെ തന്നെ അവരെ കൂടെയുള്ള 2 കോണ്ടാക്റ്റും 2 ഡോസും വാക്സിൻ എടുത്തവരാണ്. സിംറ്റംസ് വളരെ മൈനർ സിംറ്റംസേ ഉള്ളൂ. നേരിട്ട് സമ്പർക്കം പറ്റില്ല, ഇയാൾ വീട്ടിലുള്ള കോണ്ടാക്റ്റ് ഉള്ളവരാണ് ഞാൻ വാക്സിൻ എടുത്തതെന്ന് പറയുന്നത്. മറ്റൊരു കുറേ ഇതായതുകൊണ്ട് ബാക്കി ജില്ലകളിൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കൂടുതലും നമ്മുടെ ജില്ലയിൽ എല്ലാ കോണ്ടാക്റ്റ് ഉള്ളത്. അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്ത് മറ്റു ജില്ലയിൽ പോയി അവിടെ നേരെ തിരിച്ചു വന്നാണ്. കോഴിക്കോട് കോണ്ടാക്റ്റ് കുറവാണ്. എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, എന്താണ് കോഴിക്കോടത്തെ നിലവിലെ സാഹചര്യം? ധന്യ, യുകെയിൽ നിന്ന് ഒരാൾ, അതായത് ഒരു ഡോക്ടർ വരികയും അദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവ് ആവുകയും ചെയ്തു. അത് പരിശോധനയ്ക്ക്, അതിൻ്റെ സ്വാബ് കൃത്യമായി തന്നെ പരിശോധനയ്ക്ക് വേണ്ടി എടുക്കുകയും അയക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിലേക്കുള്ളൊരു പ്രാഥമികമായ ഒരു കാര്യം. അതിനപ്പുറത്തേക്ക് ഇതിൽ ലക്ഷണങ്ങൾ, അതായത് പ്രധാനമായും നമുക്ക് ഈ കോവിഡിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് ഇതിന് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. പ്രധാനമായും ഈ കഴിഞ്ഞ 21-നാണ് ഈ ഇംഗ്ലണ്ടിൽ നിന്ന് കോഴിക്കോട് സ്വദേശിയായ ഡോക്ടർ എത്തുന്നത്. 26-ന് അദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവായി. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു സംശയത്തിൻ്റെ പേരിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സാബ് പരിശോധിക്കാൻ വേണ്ടി ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നത്. ഒമിക്രോൺ സാധ്യത കണക്കിലെടുത്തുകൊണ്ട്, അതായത് നമ്മൾ രാജ്യത്തിന് പുറത്തുനിന്ന് വരുന്ന ആളുകളെ ഇത്തരത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് എന്നുണ്ട്. അതാണ് ആ ഒരു കോവിഡ് മാനദണ്ഡം പാലിക്കപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു വലിയ ലക്ഷണങ്ങളൊന്നുമില്ല. സാധാരണ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോവിഡിൻ്റെ ലക്ഷണങ്ങൾ മാത്രമാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കും പോസിറ്റീവായിരുന്നു. വീട്ടിലുള്ള ഒരു ജീവനക്കാരനും അതായത് ഒരു വീട്ടു ജോലിക്കാരനും പോസിറ്റീവായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇവർക്ക് 2 പേർക്കും ഇവരുടെ 2 പേരുടെയും വീണ്ടും പരിശോധന അടുത്ത ദിവസം നടത്തും. അതിൽ നെഗറ്റീവ് ആണെങ്കിൽ ഇവർക്ക് മറ്റു പരിശോധന, അതായത് വീണ്ടും ഇവരുടെ ഈ ഒമിക്രോണിനുള്ള ശ്രേണി പരിശോധനയ്ക്ക് വേണ്ടി സ്രവം അയക്കേണ്ട ആവശ്യമില്ല എന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ സ്ഥിരീകരണം. മറ്റൊന്ന്, ഈ 21-ന് വന്നതിന് ശേഷം അദ്ദേഹം കായംകുളം വരെ, അതായത് ഇപ്പോൾ ഈ പരിശോധനയ്ക്ക് ഈ ഒരു സംശയത്തിൻ്റെ നിലയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഡോക്ടർ ഈ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ഡോക്ടർ കായംകുളം വരെ യാത്ര ചെയ്തിരുന്നു. യാത്രയിൽ അദ്ദേഹത്തിന് നിരവധി സമ്പർക്കം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഈ സമ്പർക്ക പട്ടികയിലുള്ള ആളുകളുടെ ഒരു പട്ടിക തന്നെ തയ്യാറാക്കി വരികയാണ്. ഒപ്പം തന്നെ 4 ജില്ലകളിൽ ഇദ്ദേഹത്തിന് സമ്പർക്കം ഉണ്ടായിട്ടുണ്ട്. അതിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രമാണ് കുറവ്. ബാക്കിയുള്ള ജില്ലകളിലെല്ലാം തന്നെ, ആലപ്പുഴ, എറണാകുളത്തെല്ലാം തന്നെ വലിയ തോതിലുള്ള സമ്പർക്കം ഡോക്ടർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഇതനുസരിച്ചുള്ള നടപടിക്രമങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരിക്കുന്ന സാബ്, ഇതിൻ്റെ കൃത്യമായ ഫലം ഒരാഴ്ചയ്ക്കകം തന്നെ ലഭിക്കും. അതിനുശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോവുക എന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. ശരി, നന്ദി വിനേഷ്. രാജ്യത്ത് കൂടുതൽ പേർക്ക് ഒമിക്രോൺ സ്ഥിരീകരിക്കാൻ സാധ്യത. കോവിഡ് സ്ഥിരീകരിച്ച 30-ലധികം പേരുടെ ജനിതക ശ്രേണീകരണ ഫലം വരാനുണ്ട്. ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കാര്യം കേന്ദ്ര സർക്കാർ പരിഗണിച്ചേക്കും. പ്രതിരോധശേഷി കുറഞ്ഞവർക്ക് വാക്സിൻ ബൂസ്റ്റർ ഡോസ് നൽകണമെന്ന നിർദ്ദേശം ജീനോം കൺസോർഷ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള 10 പേരുടെയും കർണാടകയിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ച 46-കാരനുമായി സമ്പർക്കത്തിൽ വന്ന 5 പേരുടെയും തമിഴ്നാട്ടിൽ നിന്നുള്ള 2 പേരുടെയും ജനിതക ശ്രേണീകരണ ഫലമാണ് ആദ്യം വരിക. വിദേശത്ത് നിന്നെത്തി കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ഈ പട്ടിക നീളുകയാണ്. കോവിഡ് സ്ഥിരീകരിച്ചവരെല്ലാം ശക്തമായ നിരീക്ഷണത്തിലാണ്. കർണാടകയിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ച 2 പേരിൽ 66-കാരനായ വിദേശി നവംബർ 27-ന് ബാംഗ്ലൂരുവിൽ നിന്ന് ദുബായിലേക്ക് പോയിരുന്നു. 46-കാരനായ രോഗി കോവിഡ് സ്ഥിരീകരിച്ച ശേഷം യാത്ര ചെയ്തിട്ടില്ല. അതേസമയം ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ റദ്ദാക്കണമെന്ന ആവശ്യം കർണാടകയും ഡൽഹിയും അടക്കം കൂടുതൽ സംസ്ഥാനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇക്കാര്യം പൂർണ്ണമായി അംഗീകരിക്കാനാകില്ലെന്നാണ് കേന്ദ്ര നിലപാട്. ഇതിനിടെ പ്രതിരോധശേഷി കുറഞ്ഞവർക്കും 40 വയസ്സിന് മുകളിൽ ഉള്ളവർക്കും വാക്സിൻ ബൂസ്റ്റർ ഡോസ് നൽകണമെന്ന നിർദ്ദേശം ജീനോം കൺസോർഷ്യം സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ട്.
തുടർ അവലോകനത്തിനായി ജീനോം കൺസോർഷ്യം ഉടൻ വീണ്ടും യോഗം ചേരും. ഒമിക്രോണിനെതിരായ വാക്സിന്റെ നിർമ്മാണം ജനുവരിയോടെ ആരംഭിക്കാനാകുമെന്നറിയിച്ച് അമേരിക്കയിലെ മേരിലാൻഡ് ആസ്ഥാനമായ നോവോവാക്സ് കമ്പനി രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി. ഒമിക്രോൺ സ്ഥിരീകരിച്ചതോടെ കർണാടകയിൽ കോവിഡ് നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കി. മാളിലും സിനിമാ തിയേറ്ററുകളിലും 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് മാത്രമേ ഇനി പ്രവേശനം അനുവദിക്കൂ. വിവാഹങ്ങളിൽ 500 പേർക്ക് മാത്രമാണ് പ്രവേശനം. ദിവസേന 1,00,000 പരിശോധന നടത്തണമെന്ന കർശന നിർദ്ദേശവും കർണാടക സർക്കാർ നൽകി. സ്കൂളുകളിലും കോളേജുകളിലും ചടങ്ങുകൾ അനുവദിക്കില്ല. വിദേശത്തുനിന്ന് എത്തുന്നവർക്ക് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കാനും തീരുമാനം. മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മയുടെ നേതൃത്വത്തിൽ ബംഗളൂരുവിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഇതുവരെ വാക്സിൻ എടുക്കാത്ത അധ്യാപകരുടെ പട്ടിക ഇന്ന് പുറത്തുവിടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇവർ ആരെന്ന് സമൂഹം അറിയണം. വാക്സിൻ സ്വീകരിക്കാത്ത അധ്യാപകർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. വാക്സിനേഷൻ എടുക്കാൻ പറ്റാത്തവർ ഒരാഴ്ചയിലൊരിക്കൽ ടെസ്റ്റ് നടത്തി അതിന്റെ റിസൾട്ട് ബന്ധപ്പെട്ട അധികാരികളെ കാണിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം ഇവർ പറഞ്ഞിട്ടുണ്ട്. ഓരോ ജില്ല തിരിച്ചുള്ള കണക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രഖ്യാപിക്കുന്നതാണ്. സമൂഹം കൂടി അറിയേണ്ടതാണ്. ഏത് ജില്ലയിൽ എത്ര പേർ വാക്സിനേഷൻ എടുക്കാത്ത അധ്യാപകരുണ്ട്, അനധ്യാപകരുണ്ടെന്നുള്ള വിവരം സമൂഹം കൂടി അറിയേണ്ടതാണ്. അതിന് ഉച്ചയ്ക്ക് ശേഷം പ്രഖ്യാപിക്കുന്നതാണ്. വിദ്യാഭ്യാസ വകുപ്പ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള നിർദ്ദേശവും എന്തുകൊണ്ട് ആണെന്നുള്ള കാരണം കാണിക്കൽ നോട്ടീസും ഒക്കെ തന്നെ നൽകുന്നതാണ്. കോവിഷീൽഡ് വാക്സിൻ ഇടവേളയിൽ ഇളവ് നൽകിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. കേന്ദ്ര സർക്കാരിന്റെ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ച് തീരുമാനം. കോവിഷീൽഡ് വാക്സിൻ ഡോസുകളുടെ ഇടവേള 84 ദിവസമായി നിശ്ചയിച്ചത് ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. പരമാവധി പ്രതിരോധശേഷി ആർജിക്കാൻ കഴിയുന്ന കാലപരിധി കണ്ടെത്തിയാണ് ഇടവേള 84 ദിവസമായി നിശ്ചയിച്ചത്. ആദ്യ ഡോസ് കുത്തിവയ്പ്പെടുത്ത് 28 ദിവസം കഴിഞ്ഞ് 2ാം ഡോസ് വാക്സിൻ സ്വീകരിക്കുന്നത് ഫലപ്രദവും ശാസ്ത്രീയവുമല്ലെന്നും കേന്ദ്രം വാദിച്ചു. കിറ്റെക്സ് കമ്പനി നൽകിയ ഹർജിയിലാണ് വാക്സിൻ ഇടവേള 28 ദിവസമായി കുറച്ച് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. തിരുവല്ലയിൽ കൊല്ലപ്പെട്ട CPM നേതാവ് PV സന്ദീപിന്റെ സംസ്കാരം അല്പസമയത്തിനകം വീട്ടിൽ നടക്കും. തിരുവല്ല CPM ഏരിയ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ശശി നാരായണൻ ചേരുന്നു. ശശി, എപ്പോഴാണ് സംസ്കാരം നടക്കുക? വലിയ അല്പസമയത്തിനകമാണ് ഇപ്പോൾ വീട്ടിൽ മൃതദേഹം എത്തിയിട്ടുള്ളത്. തിരുവല്ലയിലെ ആദ്യം രാവിലെ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിരുവല്ല ഏരിയ കമ്മിറ്റി ഓഫീസിലും തുടർന്ന് പഞ്ചായത്ത് ഓഫീസിലും അതിനുശേഷം സന്ദീപ് പ്രവർത്തിക്കുന്ന ലോക്കൽ കമ്മിറ്റി ഓഫീസിലും പെരിങ്ങര ലോക്കൽ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് ഇപ്പോൾ വീട്ടിൽ എത്തിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങ് നടക്കുക. എന്തായാലും പാർട്ടി പ്രവർത്തകരും മന്ത്രിമാരായ വീണ ജോർജ്, PN വാസവൻ, അതുപോലെ തന്നെ CPM ജില്ലാ സെക്രട്ടറി KT ഉദയഭാനു, നിരവധി CPM പ്രവർത്തകരും യുവജന സംഘടനാ നേതാക്കളും അടക്കം നിരവധി പേരാണ് സന്ദീപിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. എന്തായാലും വീട്ടിലെ ചടങ്ങുകൾക്ക് ശേഷം 5 മണിയോടുകൂടി സംസ്കാരം നടക്കുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയുന്നത്. ഇതിലുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. വീട്ടിലും റഹീമ ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ട്. താലൂക്ക് ഏരിയ കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും പ്രവർത്തിക്കുന്ന നിരവധി പേരാണ് സന്ദീപിനെ ഒരു നോക്ക് കാണാനും അതുപോലെ തന്നെ അന്തിമ ഉപചാരം അർപ്പിക്കാനുമായി വീട്ടിൽ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. 5 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് വീട്ടുകാരിൽ നിന്നും അതുപോലെ പാർട്ടി പുറത്തു നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ശരി, നന്ദി ശശി. PB സന്ദീപിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികളും പിടിയിൽ. യുവമോർച്ചയുടെ മുൻ പഞ്ചായത്ത് കമ്മിറ്റി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായത്. കൊലപാതകത്തിന് പിന്നിൽ RSS ആണെന്ന് CPM ആവർത്തിക്കുമ്പോൾ രാഷ്ട്രീയ കൊല അല്ലെന്നാണ് പോലീസ് പറയുന്നത്. കൊലപാതകത്തിൽ പങ്കില്ലെന്ന് BJP നേതാക്കളും വ്യക്തമാക്കുന്നു. സന്ദീപിന്റെ കൊലപാതകത്തിൽ 5 പേർക്ക് നേരിട്ട് പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ ജിഷ്ണു എന്നയാൾ യുവമോർച്ചയുടെ പെരിങ്ങര പഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ്. പായിപ്പാട് സ്വദേശി പ്രമോദ്, വേങ്ങൽ സ്വദേശികളായ നന്ദു അഫി, കണ്ണൂർ സ്വദേശി മുഹമ്മദ് ഫൈസൽ എന്നിവരാണ് മറ്റു പ്രതികൾ. മോഷണക്കേസിൽ ജയിലിൽ കഴിയുമ്പോഴാണ് ജിഷ്ണു മറ്റു പ്രതികളുമായി സൗഹൃദം സ്ഥാപിച്ചത്. കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്നാണ് പോലീസ് പറയുന്നത്. കാരണം വ്യക്തിപരമായിട്ടുള്ള കാരണമായിട്ടാണ് നമുക്ക് ഇതുവരെ മനസ്സിലായത്. എനിക്ക് അന്വേഷണം മുന്നോട്ട് പോയാലേ അറിയത്തുള്ളൂ അതിന്റെ കാര്യങ്ങൾ എന്താണ്. രാഷ്ട്രീയ കൊലപാതകമാണെന്നൊരു അതിന്റെ സാധ്യത വളരെ കുറവാണ്. ജിഷ്ണു ഒഴികെയുള്ള പ്രതികൾക്ക് രാഷ്ട്രീയ ബന്ധമില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ RSS ആണ് കൊലപാതകം നടത്തിയെന്ന ആരോപണത്തിൽ CPM ഉറച്ചു നിൽക്കുകയാണ്. BJP എപ്പോഴും CPMന്റെ രാഷ്ട്രീയ നേതാക്കന്മാരെ കൊലപ്പെടുത്തുന്നത് ഇത്തരം സാമൂഹ്യ വിരുദ്ധ സംഘടനകളെയും കൊട്ടേഷൻ സംഘങ്ങളെയും ഉപയോഗപ്പെടുത്തിയാണ്.
അതാണ് അവരുടെ അത് ആ രീതി തന്നെയാണ് ഇയാളും അവലംബിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ കൊലപാതകം തന്നെയാണെന്നാണ് സന്ദീപിന്റെ അച്ഛനും പറയുന്നത്. മുന്നേ ഒരാഗ്യവും ഉണ്ടായിരിക്കും, അങ്ങനെ ഒരു തമ്മിൽ കലഹം ഉണ്ടായി രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും, അല്ലാതെ ഇങ്ങനെ ഒരാളെ ഇങ്ങനെ കുത്തി. എന്നാൽ CPM ആരോപണം പൂർണ്ണമായി തള്ളുകയാണ് BJP. കൊലപാതകത്തിന് പിന്നിൽ കൊട്ടേഷൻ സംഘമാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ A. വിജയരാഘവനും CPM നേതൃത്വവും മാപ്പ് പറയണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ വ്യക്തമാക്കി. ആലപ്പുഴ കരുവാറ്റിൽ നിന്നാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. ശശിനാരായണൻ, ന്യൂസ് 18, പത്തനംതിട്ട. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് സന്ദീപിനെ ബൈക്കിലെത്തിയ അക്രമികൾ കുത്തിക്കൊലപ്പെടുത്തിയത്. ചാത്തങ്കേരി കലുങ്കിൽ നിന്ന് വയലിലേക്ക് തള്ളിയിട്ട ശേഷമായിരുന്നു ആക്രമണം. കൊലയ്ക്ക് മുമ്പ് പ്രതികളെത്തി തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് സമീപത്തെ കടയുടമ പറഞ്ഞു. ചാത്തങ്കരിയിലെ ഈ പാലത്തിൽ വെച്ചാണ് ഇന്നലെ രാത്രി 7 മണിയോടുകൂടി ഈ പ്രതികൾ സന്ദീപിനെ കുത്തിക്കൊലപ്പെടുന്നത്. സന്ദീപ് ബൈക്കിൽ അവിടെ നിന്നും വരുന്ന സമയത്താണ് സന്ദീപ് ഈ പാടത്തിലേക്ക് ചാടുകയും അവിടെ വെച്ചും ഈ പ്രതികൾ ക്രൂരമായ രീതിയിൽ സന്ദീപിനെ കുത്തിക്കൊലപ്പെടുത്തിയായിരുന്നു. സന്ദീപിന്റെ ബൈക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെ കിടക്കാണ്. ചാത്തങ്കേരി കലുങ്കിൽ നിന്ന് സന്ദീപിനെ തള്ളിയിട്ട ശേഷമായിരുന്നു ആക്രമണം. താൻ സ്ഥലത്തെത്തിയപ്പോൾ സന്ദീപിന് ജീവനുണ്ടായിരുന്നുവെന്ന് സുഹൃത്ത് രാകേഷ് പറയുന്നു. സന്ദീപിനെ ബൈക്കിൽ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ജിഷ്ണുവിന്റെ നേതൃത്വത്തിലാണ് ആക്രമണമെന്ന് സന്ദീപ് തന്നോട് പറഞ്ഞു. വേറെ വണ്ടിയൊന്നും ഇതൊന്നും ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ഞാൻ വണ്ടി എടുത്തു, ഒരുത്തൻ എൻ്റെ സന്ദീപിനെ പുറകെ കയറ്റിയിട്ട് ഞങ്ങൾ പുറകെ ഒരാളും കൂടി ഇരുന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകുമായിരുന്നു. പകുതി വരെ ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട്, ഛർദ്ദിക്കാൻ വരുന്നു വണ്ടി നിർത്താനൊക്കെ. ഞങ്ങൾ വണ്ടി വിട്ടു പോയി, പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്നപ്പം അനക്കവും ഇല്ലായിരുന്നു. കൊലയ്ക്ക് മുൻപ് സന്ദീപിന്റെ വീടിന് തൊട്ടടുത്തുള്ള കടയിലെത്തി പ്രതികൾ ഭീഷണി മുഴക്കിയെന്ന് കടയുടമ തോമസ് പറഞ്ഞു. സന്ദീപിന് സാധനങ്ങൾ നൽകിയാൽ വീടും കടയും കത്തിക്കുമെന്നായിരുന്നു ഭീഷണി. ഭരണിയുടെ അടപ്പ് മുഴുവനും പിച്ചാത്തിക്ക് കുത്തി പൊട്ടിച്ചു. എൻ്റെ മോനായി ഇതിനകത്തിരുന്നു. അപ്പം ഞാൻ അകത്തെ റൂമിലിരിക്കുകയായിരുന്നു. അകത്തെ റൂമിലിരുന്നിട്ട് ഇത് ശബ്ദം കേട്ടിട്ട് ഞാൻ ഓടി ഇറങ്ങി വരുമ്പോഴാണ് ഇവിടെ ഒരു കയറ് കിട്ടിയിരുന്നു. ആ കയറെ തട്ടി വീണതുകൊണ്ട് എന്നെ കുത്തിയില്ല. പഞ്ചായത്ത് അംഗമായിരുന്ന സന്ദീപിനെ കുറിച്ച് മികച്ച അഭിപ്രായമാണ് നാട്ടുകാർക്ക്. ഏത് കാര്യത്തിലും ഏത് പാരാത്രിക്കാണെങ്കിലും ഒന്നും ആശാനം പറഞ്ഞാൽ ആ കക്ഷി വന്ന് നമ്മുടെ കാര്യത്തിന് എല്ലാം മുൻപന്തി നിന്ന് എല്ലാ കാര്യത്തിനും ചാട് വലിക്കുന്നതും എല്ലാ നേതൃത്വത്തിലും പുള്ളി മുൻകൈ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുന്ന ഒരു വ്യക്തിയായിരുന്നു. നമുക്ക് അതിയായ ദുഃഖങ്ങളുണ്ട് ആ മകൻ്റെ നിരാഹത്തിൽ. പുത്തൻപറമ്പിൽ ബാലൻ ഓമന ദമ്പതികളുടെ മകനാണ് 34-കാരനായ സന്ദീപ്. ഭാര്യ സുനിത, 3.5 വയസ്സുള്ള മകനും 3 മാസം പ്രായമുള്ള മകളുമുണ്ട്. ശശിനാരായണൻ, ന്യൂസ് 18, പത്തനംതിട്ട. സംസ്ഥാനത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങളെ അപലപിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികളെ പോലീസ് വേഗത്തിൽ പിടികൂടണം, ജനാധിപത്യ സംവിധാനത്തിന് യോജിക്കുന്നതല്ല കൊലപാതകമെന്നും ഗവർണർ കൊച്ചിയിൽ പറഞ്ഞു. In a human society, conflicts are bound to arise. But when we devised and adopted democracy, it meant that we are saying goodbye to violence. And we shall use democratic methods. It's very unfortunate, and I am sure that the state police will investigate the matter and will try to bring the culprits to the book as soon as possible. CPM സംസ്ഥാന സെക്രട്ടറിയായി കോടിയേരി ബാലകൃഷ്ണൻ തിരിച്ചെത്തി. 1 വർഷത്തിന് ശേഷമാണ് കോടിയേരിയുടെ മടങ്ങിവരവ്. ആരോഗ്യ കാരണങ്ങളുടെ പേരിൽ കഴിഞ്ഞ നവംബറിലാണ് കോടിയേരിക്ക് പകരം A. വിജയരാഘവൻ സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്തത്. ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് കേസിൽ അറസ്റ്റിലായ മകൻ ബിനീഷ് കോടിയേരിക്ക് ജാമ്യം ലഭിക്കാൻ വൈകിയത് കോടിയേരിയുടെ മടങ്ങിവരവ് വൈകിപ്പിച്ചു. പാർട്ടി ജില്ലാ സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കെയാണ് സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള കോടിയേരി ബാലകൃഷ്ണന്റെ മടങ്ങിവരവ് എന്നതും ശ്രദ്ധേയമാണ്. 5 മണിക്ക് കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണും. മടങ്ങിവരവ് സ്വാഭാവിക നടപടിയെന്നാണ് CPM നേതാക്കളുടെ പ്രതികരണം. തെരഞ്ഞെടുത്ത സെക്രട്ടറിയല്ലേ, അസുഖം വന്നതിനെ തുടർന്നാണ് അവധി കൊടുത്തിരുന്നത്, പകരം ചാർജ് കൊടുത്തു. ഇപ്പം അദ്ദേഹം തിരിച്ച് ചുമതല ഏറ്റെടുത്തു അല്ലേ, മെച്ചപ്പെട്ടിട്ടുണ്ട് ആരോഗ്യസ്ഥിതി. അപ്പൊ ചുമതലയേക്കുന്നു. മുല്ലപ്പെരിയാർ ഡാമിന്റെ 4 സ്പിൽവേ ഷട്ടർ കൂടി ഉയർത്തി. 5 ഷട്ടറുകളിലൂടെ 2099.95 ഘനയടി വെള്ളം പെരിയാറിലേക്ക് ഒഴുകുകയാണ്. 141.95 അടിയാണ് നിലവിലെ ജലനിരപ്പ്. പ്രിൻസ് ചേരുന്നു. പ്രിൻസ്, എന്താണ് മുല്ലപ്പെരിയാറിലെ നിലവിലെ അവസ്ഥ? വെള്ളം ഒഴുക്കിവിടുന്നത് ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലാണോ ഉള്ളത്? വിശദാംശങ്ങൾ. ധന്യ, മുല്ലപ്പെരിയാറിലെ വൃഷ്ടിപ്രദേശങ്ങളിൽ വീണ്ടും മഴ ശക്തമാകുന്നു. ഒറ്റപ്പെട്ട മഴ പെയ്യുന്നുണ്ട്. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ഇതേ തുടർന്ന് വർദ്ധിച്ചു. നിലവിൽ 5093 ഘനയടി വെള്ളമാണ് ജലാശയത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇതോടെയാണ് അധികമായി 4 ഷട്ടറുകൾ കൂടി ഉയർത്താൻ തമിഴ്നാട് തീരുമാനിച്ചത്. 3:30 ഷട്ടറുകൾ ഉയർത്തി. നിലവിൽ 5 ഷട്ടറുകളിലൂടെ 2099.95 ഘനയടി വെള്ളം പെരിയാറിലേക്ക് ഒഴുകുന്നുണ്ട്. അതേസമയം തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചിട്ടില്ല. 1200 ഘനയടി വെള്ളം മാത്രമാണ് ടണലിലൂടെ കൊണ്ടുപോകുന്നത്.
രാത്രിയിൽ മഴ ശക്തമാവുകയാണെങ്കിൽ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. കഴിഞ്ഞ 2 ദിവസങ്ങളിലും സ്പിൽവേയിലെ 10 ഷട്ടറുകൾ ഉയർത്തി 8000 കനഡിയിലധികം വെള്ളം പെരിയാറിലേക്ക് ഒഴുകിയിരുന്നു. മുന്നറിയിപ്പ് കൂടാതെ തമിഴ്നാട് ഷട്ടറുകൾ ഉയർത്തിയത് വലിയ പ്രതിഷേധത്തിനും കഴിഞ്ഞ ദിവസം ഇടവെച്ചിരുന്നു. എന്നാൽ നിലവിൽ മുന്നറിയിപ്പുകളൊക്കെ നൽകിയാണ് തമിഴ്നാട് അതുകൊണ്ട് തന്നെ തീരദേശവാസികൾക്ക് മുൻകരുതലുകൾ എടുക്കാൻ സാധിക്കുന്നുണ്ട്. തന്നെയാണ്. ശരി, നന്ദി പ്രിൻസ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com. ഇപ്പോൾ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ये शहीद हुए, पार्लियामेंट में आपने इनको 2 मिनट की मौन व्रत नहीं दी. तो ये मैं यहां कहना चाहता था कि एक्चुअली ये गलत है. सरकार के पास रिकॉर्ड है और अगर वो चाहते हैं तो ये हमारी लिस्ट ले लें और ये 700 लोगों को कॉम्पनसेशन दे दें. अंग्रेजी कर देते हैं. Question was asked in Parliament as to whether the government is going to compensate 700 farmers who passed away, who were martyred. And government answered that we have no record of any of these people. We have no record of these 700 people. As it turns out, we did some homework and we have 403 people who the government of Punjab has compensated 5 lakh rupees each and has given jobs to. 100 how many people are given jobs? 152 have been given a job. We also have another list, which is this one, where we have 100 names of other people not in Punjab, from other states, and there is a third list which is public information of names, addresses, phone numbers, which can easily be verified. So this list exists. But the government insists on saying that such a list does not exist. What is the purpose? These people have died as a result of the agitation. We are not talking about billions of dollars, thousands of crores of rupees. We are talking about minimum compensation for the sacrifice they have made. Prime Minister himself has said that he has made a mistake. He has apologized to the nation. Well, as a result of that mistake, 700 people have died. Now you are lying about their names. Why? Why don't you have the decency to give them what is their due? The government of India should pay their compensation and help these families. Thank you, sir. We'll begin with ANI, Siddharth. Sorry. Yeah. Compensation की बात नहीं है, इसके अलावा जो पहले दिन रिपीट में और दूसरी जो मांग है किसानों की वो ये है कि लीगल गारंटी MSP पर, उस पर भी सरकार अभी तक जो है चुप है. विपक्ष किस तरीके से इस बात को करना चाहता है? मेरा कहना है कि जो 2-3 सबसे बड़े उद्योगपति प्रधानमंत्री के और सरकार के जो मित्र हैं, उनके लिए ये कुछ भी कर देते हैं. जो भी करना होता है वो कर देते हैं. मगर जब किसान को जरूरत होती है, मजदूर को जरूरत होती है, तो कहते हैं ये तो है ही नहीं लोग. मतलब उनका कहना है कि ये 700 लोग हैं जिनकी मृत्यु हुई, ये तो है ही नहीं. तो किसानों की मांगे हैं. हमने पिछले प्रेस कॉन्फ्रेंस में बोला कि हम उनकी मांगों का समर्थन करते हैं, सपोर्ट करते हैं, मगर ये मिनिमम कॉम्पनसेशन जो है ये तो मतलब मिनिमम रिस्पेक्ट की बात है. तो ये तो इनको एकदम कर देना चाहिए. और प्रधानमंत्री ने स्वयं कहा है, माफी मांगी है. किससे माफी मांगी? क्यों माफी मांगी? क्योंकि उन्होंने ये गलत कानून लागू करने की कोशिश की, उसके कारण 700 लोग मारे गए. तो आप एक तरफ कह रहे हो मैं माफी मांग रहा हूं, और दूसरी तरफ आप कह रहे हो कि जो 700 लोग हैं जिनकी मृत्यु हुई, ये तो और लिस्ट पंजाब सरकार के पास है.
बाकी लिस्ट यहाँ पर വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിട്ടതിനെതിരെ പള്ളികളിൽ പ്രതിഷേധം മയപ്പെടുത്തി മുജാഹിദ് വിഭാഗം. വഖഫ് ബോർഡ് വിശ്വാസികൾ തന്നെ കൈകാര്യം ചെയ്യണമെന്നും മുസ്ലിം സംഘടനകളെ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചത് സ്വാഗതം ചെയ്യുന്നതായും കോഴിക്കോട് പാളയം പള്ളിയിൽ ഗുത്തുബ പ്രഭാഷണത്തിനിടെ ഡോക്ടർ സുഹൈൽ മടവൂർ പറഞ്ഞു. അതേസമയം ജമാഅത്തെ ഇസ്ലാമി പള്ളികളിൽ പ്രതിഷേധം ഘടിപ്പിച്ചു. പള്ളിയിൽ എന്ത് പറയണമെന്ന് രാഷ്ട്രീയ കക്ഷികൾ തീരുമാനിക്കേണ്ടെന്ന് ജമാഅത്തെ ഇസ്ലാമി വ്യക്തമാക്കി. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി യോഗത്തിന് ശേഷം PMA സലാം വിശദീകരിച്ചതുപോലെ പള്ളികൾ സർക്കാർ വിരുദ്ധ രാഷ്ട്രീയ പ്രതിഷേധത്തിന് വേദിയായില്ല. മുജാഹിദ് പള്ളികളിൽ സർക്കാർ തീരുമാനങ്ങൾക്കെതിരെ പ്രതിഷേധം വിയോജിപ്പിൽ ഒതുങ്ങി. വഖഫുമായി ബന്ധമില്ലാത്തവർ ബോർഡ് നിയന്ത്രിക്കാൻ വരുന്നത് പ്രയാസമുണ്ടാക്കുമെന്ന് ഡോക്ടർ ഹുസൈൻ മടവൂർ പറഞ്ഞു. വിഷയത്തിൽ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചത് സ്വാഗതം ചെയ്യുന്നു. മുസ്ലിം പണ്ഡിതന്മാരുമായി ബഹുമാന്യനായ മുഖ്യമന്ത്രി ചർച്ച നടത്തും എന്നും പറഞ്ഞിട്ടുണ്ട്. അതും വളരെ സ്വാഗതാർഹമായ സന്തോഷകരമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വഖഫ് സ്വത്തുക്കളിൽ കയ്യേറ്റം നടന്നിട്ടുണ്ടെന്നും അത് തിരിച്ചുപിടിക്കേണ്ടതിന്റെ പ്രാധാന്യവും മുജാഹിദ് പള്ളികളിലെ ഖുതുബ പ്രസംഗത്തിൽ വിശദീകരിച്ചു. അതേസമയം ജമാഅത്തെ ഇസ്ലാമി പള്ളികളിൽ സർക്കാർ തീരുമാനത്തിനോടുള്ള എതിർപ്പ് കുറച്ചുകൂടെ കടുപ്പിച്ചു. വിശ്വാസമുള്ളവരാണ് വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യേണ്ടതെന്നും പള്ളികളിൽ എന്ത് പറയണമെന്ന് രാഷ്ട്രീയക്കാർ തീരുമാനിക്കേണ്ടെന്നും കോഴിക്കോട് ലുലു മസ്ജിദ് ഇമാം R. യൂസുഫ്. മുസ്ലിങ്ങൾ പൊതുവായി വെച്ചു പുലർത്തുന്ന കാഴ്ചപ്പാടുകൾ ഉൾക്കൊണ്ടുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. അവർ ഭരണത്തിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും. ജിഫ്രി തങ്ങൾ നിലപാട് പ്രഖ്യാപിച്ചതോടെ സമസ്തയുടെ കീഴിലുള്ള പള്ളികളിലൊന്നും ജുമാ പ്രഭാഷണത്തിൽ വഖഫ് വിഷയം പരാമർശിച്ചില്ല. പള്ളികൾക്ക് പുറത്ത് പ്രതിഷേധമുണ്ടാകുമെന്ന് സ്വാദിഖലി തങ്ങളും PMA സലാമും പറഞ്ഞിരുന്നുവെങ്കിലും അതും നടന്നില്ല. വഖഫ് വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി ഉടൻ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 കോഴിക്കോട്. വഖഫ് വിഷയത്തിൽ പ്രത്യക്ഷ സമരം പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ് ഈ മാസം 9 കോഴിക്കോട് വഖഫ് സംരക്ഷണ യോഗം നടത്താൻ മലപ്പുറത്ത് ചേർന്ന ലീഗ് നേതൃയോഗം തീരുമാനിച്ചു. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഒരാശയക്കുഴപ്പവും ഇല്ലെന്ന് യോഗശേഷം PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു.